ഇപ്പോൾ ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണുന്ന തത്സമയം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? അത് ഹാർട്ട് അറ്റാക്ക് ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തിന് എനിക്കറിയില്ല എവിടുന്നാണ് ഇത്തരത്തില് ഒരു സൂപ്പർ ഡോക്ടറായിട്ട് അദ്ദേഹത്തിന് അംഗീകാരം എവിടുന്നാ പിണറായി വിജയൻ കിട്ടുമെന്നറിയില്ല. ചന്ദ്രൻ ഉണ്ണിത്താൻ കല്ലേറ് കൊണ്ട് തല വെട്ടിപ്പൊളിഞ്ഞ് വെന്റിലേറ്ററായ അവസ്ഥയിലാണ് ഹോസ്പിറ്റൽ പോലും എത്തിയത്. അത്രയും അപകടസ്ഥിതിയിലുള്ള ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഇത്തരത്തിൽ പറഞ്ഞ ഒരു നാടാണ്. അതുകൊണ്ട് പിണറായിയുടെയും കടകംപള്ളിയുടെയും ഒക്കെ വാക്കും പഴയ കീറിയ ചാക്കും ഒരുപോലെയാണ്. അതിനൊരു വിലയുമുള്ളതായി ഞാൻ കരുതുന്നു. സെക്രട്ടേറിയറ്റിനിടയിലെ സമരം ഇതേപടി തുടരും. സമരം അതിനെപ്പറ്റി തീരുമാനിക്കും. സമരം അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കും. ആ തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാകും. പാർട്ടിയുടെ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അതാണല്ലേ ഞാൻ പറഞ്ഞത്. അത് സമരം എപ്പോഴും അനശ്യൂതമായിട്ടുള്ള ഒന്നാണ്. അപ്പം ആ സമരമാർഗത്തിന് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. സമരമായും BJP മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സെക്രട്ടേറിയറ്റ് നടക്കിലെ സമരം വേണോ വേണ്ടയോ ആ കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി ആലോചിക്കും. അല്ല, ആരും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യയിൽ ആരും ത്രിപുരയിൽ BJPക്ക് ഒരു വിരലെണ്ണാവുന്ന സീറ്റ് കിട്ടുമെന്ന് പോലും ആരും പറഞ്ഞിട്ടില്ല. അവിടെ ഏതാണ്ട് കേരളത്തിൽ 15% വോട്ടെങ്കിലും ഉണ്ട്. അവിടെ വെറും 1% വോട്ട് കിട്ടിയ ഒരു സ്റ്റേറ്റിൽ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ കൊണ്ടുവന്നു. അവിടെ മാത്രമല്ല, 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതിൽ 3 95% വോട്ടർമാർ ക്രിസ്ത്യാനികളാണ്. ആ സ്റ്റേറ്റുകളെല്ലാം BJPക്ക് അനുകൂല വിധി എഴുതിയാണ്. കേരളത്തിലും ഉണ്ടാവും. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഇക്കിളിപ്പെടുത്തിയിട്ട് പോകാമെന്നുള്ള CPMന്റെ നിലപാട് വിജയിക്കാൻ പോകുന്നില്ല. അത് അവർ ക്ഷമിക്കുന്നു എന്നുള്ള ശരിയാണ്. പക്ഷേ ഞാൻ ഈ പത്തനംതിട്ടയുടെ 4 ജില്ലകൾ പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ അവരതിന് മറുപടി പറയട്ടെ. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി 4 ജില്ലകളിൽ 4ാം സ്ഥാനത്തേക്ക് പോലും CPM തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായത് എൻ്റെ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്ട് ത്രിപുരയെയും ബംഗാളിനെയും ഓർമ്മിപ്പിക്കുന്നതാണ്. ആ സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത്. ആ ലിക്വിഡേറ്റർ എന്നുള്ള ബഹുമതി, അവസാനം ഇത് ലിക്വിഡേറ്റ് ചെയ്യിച്ച ആളെന്നുള്ള ബഹുമതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് കിട്ടും. അതിൻ്റെ ഉപനേതാവെന്നുള്ള രീതിയിൽ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനും കിട്ടും. ഒരാള് അതിൻ്റെ ലിക്വിഡേറ്റർ ആവും, മറ്റേ